ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം പാർട്ട് 2. നമ്മൾ പാർട്ട് 1 2003 DFSന്റെ കോൺസെപ്റ്റ്സ് ഒക്കെ എന്താണ് എന്ന് നോക്കി. അതേപോലെ 2003 DFS എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക എന്നുള്ളത് നോക്കി. നമ്മൾ ഈ പ്രാക്ടിക്കലിൽ 2003 R2 DFSനെ കോൺഫിഗർ ചെയ്യാൻ പോകണം. 2003 R2 DFSൽ കുറെ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ സെർവർ 1 അഡ്മിനിസ്ട്രേറ്ററിൽ ലോഗിൻ ആയിട്ടുണ്ട്. DFS കോൺഫിഗർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ലാബ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. സ്റ്റാർട്ട്, മൈ കമ്പ്യൂട്ടർ, റൈറ്റ് ക്ലിക്ക്, പ്രോപ്പർട്ടീസ്. നമ്മൾ 2003 R2 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സെർവർ 1 യൂസ് ചെയ്യുന്നത്. സെർവർ 2 സെർവർ 3 ഇതേ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റൺ ആവുന്നത്. സ്റ്റാർട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ്, ആക്റ്റീവ് ഡയറക്ടറി, യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. ഈ കമ്പ്യൂട്ടറിൽ ആക്റ്റീവ് ഡയറക്ടറി ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് ഡയറക്ടറിയുടെ നെയിം bitnets.com എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്യുക. സെർവർ 2, സെർവർ 3, XP ഈ 3 കമ്പ്യൂട്ടറും ഡൊമൈനിൽ മെമ്പർ ആക്കിയിട്ടുണ്ട്. അടുത്ത യൂസർ ക്ലിക്ക് ചെയ്യുക. പ്രാക്ടിക്കൽ ചെയ്ത് നോക്കാൻ ഒരു 2-3 യൂസറിനെ നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമ്മളുടെ ഡൊമൈൻ ഫംഗ്ഷൻ ലെവൽ എങ്ങനെയാണുള്ളത് എന്ന് ചെക്ക് ചെയ്യണം. ഡൊമൈൻ ഫംഗ്ഷൻ ലെവലിനെ ചെക്ക് ചെയ്യാൻ സ്റ്റാർട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ്, ആക്റ്റീവ് ഡയറക്ടറി, ഡൊമൈൻസ് ആൻഡ് ട്രസ്റ്റ്. ഇതിൽ ബിറ്റ്നെറ്റ്സ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റേസ് ഡൊമൈൻ ഫംഗ്ഷൻ ലെവൽ. ഇവിടെ നോക്കിയാൽ കറന്റ് ഡൊമൈൻ ഫംഗ്ഷൻ ലെവൽ ഈസ് 2003. അതായത് നമ്മളുടെ ഡൊമൈൻ ഫംഗ്ഷൻ ലെവൽ 2003 അതേപോലെ ഫോറസ്റ്റ് ഫംഗ്ഷൻ ലെവലിനെ ചെക്ക് ചെയ്യണം. അതിന് ആക്റ്റീവ് ഡയറക്ടറി, ഡൊമൈൻസ് ആൻഡ് ട്രസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റേസ് ഫോറസ്റ്റ് ഫംഗ്ഷൻ ലെവൽ. കറന്റ് ഫോറസ്റ്റ് ഫംഗ്ഷൻ ലെവൽ ഈസ് 2003. അപ്പോൾ ഡൊമൈൻ ഫംഗ്ഷൻ ലെവലും ഫോറസ്റ്റ് ഫംഗ്ഷൻ ലെവലും 2003 ഇപ്പോൾ റൺ ആവുന്നത്. സെർവർ 1, സെർവർ 2, സെർവർ 3 ഈ 3 കമ്പ്യൂട്ടറിലും 2003 R2 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റൺ ആവുന്നത്. നമ്മളുടെ ഡൊമൈൻ ഫംഗ്ഷൻ ലെവൽ 2003 അതേപോലെ ഫോറസ്റ്റ് ഫംഗ്ഷൻ ലെവലും 2003 അടുത്തത് നമ്മൾ സ്കീമാവിനെ അപ്ഡേറ്റ് ചെയ്യണം. അതായത് 2003 R2 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കീമാവിനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. സ്കീമാവിനെ അപ്ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട്, മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യണം. D ആണ് നമ്മളുടെ CD-ROM ഡ്രൈവ്. ഈ CD-ROMൽ നമ്മൾ 2003 R2 CD2 ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2003 R2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം 2 CD വരിക. ഈ രണ്ടാമത്തെ CD യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കീമാവിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ CD നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ആ CD നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. CMP എന്നൊരു ഫോൾഡർ ഉണ്ട്, അതിന് ഓപ്പൺ ചെയ്യുക. R2 ADPrep adprep.exe എന്നൊരു കമാൻഡ് ഉണ്ട്. അതായത് ഈ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്കീമാവിനെ അപ്ഡേറ്റ് ചെയ്യുക. ഈ കമാൻഡ് ഈ ലൊക്കേഷനിലാണ് ഉള്ളത്.